ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ തേർഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ്? ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലോട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു വ്യക്തികളുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നു. അതിനാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ക്യാരക്ടർ എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ളതാവാം. ഇവരൊക്കെ ഒരു ഓർഗനൈസേഷനിലെ ആളുകളൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചുകളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്, ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്. ഫസ്റ്റ്, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേബേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഏജിൻ്റെ കേസിൽ, അതായത് ഇപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, മേ ബി ഓൾഡ് ആയിട്ടുള്ള പല ഏജ് കാറ്റഗറിയിൽ വരുന്ന ലേബേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ കൾച്ചേഴ്സ്, അതായത് പല ആളുകളും പല ഡിഫറെൻറ്റ് കൾച്ചറുകളായിരിക്കും വിശ്വസിക്കുന്നത്. പിന്നെ റിലീജിയൻ്റെ കേസിൽ പല മതമുള്ള ആൾക്കാരുണ്ടാകാം. പിന്നെ ജെൻഡറിൻ്റെ കേസിൽ, അതായത് മെയില് ഫീമെയില് അങ്ങനെ കാറ്റഗറി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഇത്രയും കാറ്റഗറി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അത് ഏജ്, അവരുടെ മതം, അവരുടെ ജെൻഡർ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാ പേഴ്സൺസിനും എല്ലാ കാര്യങ്ങളോടുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അവരൊക്കെ അതിലായിരിക്കും വിശ്വസിക്കുക. അല്ലാതെ അവർക്ക് എന്താണ് എല്ലാത്തിലും ഒരു ഒത്തൊരുമ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ അവർ ഒരു ചലഞ്ചായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് നമ്മുടെ ഇന്നത്തെ എൻവറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആയി കൊണ്ടിരിക്കുകയാണ്. അതെല്ലാ കാര്യങ്ങളിലും. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു മെഷീന് കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ഒരു മെഷീൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടുത്തെ ടെക്നോളജികൾ പെട്ടെന്ന് അപ്ഡേഷൻ കൂടി വരികയാണ്. അപ്പോൾ ഈ ലാബേഴ്സ് എന്ന് പറയുന്നതിൽ അവർക്ക് എന്താണ്, പെട്ടെന്ന് ഓരോ ടെക്നോളജികൾ വരുന്നതനുസരിച്ച് അവർക്ക് ഓരോന്നിനും ട്രെയിനിങ് വേണം. ഇതവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പണ്ടത്തെ ലേബേഴ്സൊക്കെയാണ് ഈ ഒരു പുതിയൊരു ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ഈ ഒരു ട്രെയിനിങ് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ചിലപ്പോൾ അവർക്കൊക്കെ ഡിഫിക്കൽറ്റി ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ചലഞ്ചുകളൊക്കെ ഈ ഒരു ഓർഗനൈസേഷനിൽ ഫേസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചറൽ ഡിഫറൻസ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല നാട്ടിലുള്ള ആൾക്കാരും പല നാടുകളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ദുബായ് പോണു, ചൈനയിൽ പോണു, യൂറോപ്പിൽ പോണു, അങ്ങനെ എല്ലായിടത്തും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കൾച്ചറൽ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ പോയിട്ടുള്ള ഒരാൾ ചൈനയിൽ പോകുമ്പോൾ ഇന്ത്യക്കാരന് അവരുടെ കൾച്ചർ വെച്ചിട്ടായിരിക്കും അവിടെ പോവുക. പക്ഷെ അവിടെ പോകുമ്പോൾ അവിടെ വേറൊരു കൾച്ചറായിരിക്കും. അപ്പോൾ അത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത്തരം ഡിഫറൻസുകളൊക്കെ എന്താവും, ആ ഒരു ഓർഗനൈസേഷനിൽ ഇവരുടെ ബിഹേവിയർ കൊണ്ട് ഉണ്ടാവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, മാനേജിങ് റിമോട്ട് ഓർ ഹൈപ്പർ ടീംസ്. അതായത് ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ വർക്കുകൾക്ക് കുറേ സജീവമാണ് അല്ലേ. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഫെസിലിറ്റി ഇപ്പോൾ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് ഫ്രീ ആയിട്ടൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു റിമോട്ട് ഉണ്ടാവില്ല. കാരണം അവരെ വീട്ടു ജോലി ലൈക്ക് ഒരു ഓൺലൈൻ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മടി വരാനുള്ള ചാൻസുകൾ, അതുപോലെ തന്നെ വർക്ക് കൃത്യമായി ചെയ്യാതിരിക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. കാരണം വീട്ടിലിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ, അതായത് ഒരു പേഴ്സണൽ ആയിക്കാണ്ട് ഒരു ഡയറക്ടറോ ഒന്നും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഇവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എത്തിക്കൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ എങ്ങനെയാണ് എത്തിക്കലി ആയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോകണം. അതായത് സത്യസന്ധമായിട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ ഒരു ലേബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രത്തോളം സത്യസന്ധനാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇത്രയും ചലഞ്ചുകളാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും 4 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈച്ച് പോയിന്റ്സ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിനെ പുറത്ത് നിന്നുകൊണ്ട് എങ്ങനെ വിലയിരുത്തുന്നു അതിനെയാണ് എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിൻ്റെ പുറമേയുള്ള ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, ഇതൊക്കെ പുറത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവർ കണ്ടുകൊണ്ട് അയാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതിനാണ് എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിനെ പുറമേ നിന്നുകൊണ്ട് അയാളെ വിലയിരുത്തുക, അയാൾ എത്രക്കാരനാണ്, എങ്ങനെക്കാരനാണെന്നൊക്കെ പുറമേ നിന്ന് അയാളുടെ ഒരു ബിഹേവിയർ കണ്ട് വിലയിരുത്തുന്നതാണ് എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സണാലിറ്റി ഫ്രെയിംവർക്ക്, അതായത് ബിഗ് 5 മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. അതായത് ചില വ്യക്തികൾ എന്ന് പറയുന്നത് ഹൈ ഓപ്പൺനെസ്സുള്ള ആൾക്കാരായിരിക്കും. അതായത് ഈ പുതുതായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ അവർക്ക് അതിലൂടെ അവരുടെ കൾച്ചേഴ്സൊക്കെ, അതായത് അവർക്ക് അവരുടെ സ്വഭാവങ്ങൾ മാറ്റാനും അവർക്കുള്ള ആദ്യമുള്ള ഇൻഫോർമേഷൻസ് മാറ്റിയിട്ട് ഈ ഒരു പുതിയ ഇൻഫോർമേഷൻസിലോട്ട് ആക്കാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ക്യൂരിയോസിറ്റിയൊക്കെ കുറച്ചുകൂടി കൂടുതലുള്ള ഒരു കാറ്റഗറി ആയിരിക്കും ഈ ഒരു ഓപ്പൺനെസ് അധികമല്ല ആൾക്കാരെന്ന് പറയുന്നത്. പക്ഷേ ഈ ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രൈറ്റ്, പേഴ്സണൽ ട്രൈറ്റ് വളരെ കുറച്ചുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അതെന്താണ്, എത്ര ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് വിശ്വസിക്കാനുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവില്ല. അവർ ഓൾറെഡി എന്താണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ അവർ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. എത്ര പുതിയ ഇൻഫോർമേഷൻസ് വന്നാലും അവർക്ക് അത് ചേഞ്ച് ആവാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയിലും ക്യൂരിയോസിറ്റിയിലൊന്നും അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതാണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോൺസയൻഷ്യസ്നെസ്. അത് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ അദ്ദേഹം ഒരൊറ്റ ഗോളല്ലേക്കാരം അവിടെ റിസീവ് ചെയ്യണത്. അദ്ദേഹത്തിന് ഒരു ടൈമിൽ ഇത്രത്തോളം ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു കടമ ഉണ്ടാകും. ഇപ്പം അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ആ ഒരു ഇപ്പോൾ അതായത് നമുക്ക് ഒരു ടൈമിൽ കുറച്ച് ഫ്യൂ ഓഫ് ഗോൾസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഓവർ ആവരുത്, കുറേ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവരുത്. അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, നമുക്ക് ആകെ ഒരു സ്ട്രെസ്സൊക്കെ കയറിക്കൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ടൈമിൽ കുറച്ച് ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളത് ഓക്കെയാണ്, അല്ലാതെ കുറേ എടുക്കാൻ പാടില്ല. തേർഡ് വൺ എക്സ്ട്രാവേർഷൻ. അതായത് ഈ ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ പുറമേയുള്ള ആൾക്കാരോട് ഭയങ്കര നല്ല രീതിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരേക്കാരം. ഇൻട്രോവേർഷൻസിനെ പോലെയല്ല, അവർക്ക് സോഷ്യലായിക്കാണ്ടും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിക്ക് ഇണങ്ങി സംസാരിക്കാനുള്ള ആ ഒരു കഴിവുണ്ടാക്കും. ഇത്തരക്കാർക്ക് എന്താണ്, ഒരു ജോലിക്ക് വേണ്ടി പോണ സമയത്ത് ഇങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുമെന്നാണ് പറയണത്. കാരണം ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് കിട്ടാൻ അവർ ക്യാപ്പബിളാണ്. നെക്സ്റ്റ് അഗ്രിയബിൾനെസ്. അതായത് ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെയും സപ്ലയേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനത്തെ ആൾക്കാരുകൾ എന്തെങ്കിലും കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവരെന്താണ്, അവർക്കൊരു പേഴ്സണൽ ഗ്രിഡ്ജോ അങ്ങനൊന്നും ഇല്ലാതെ അവർ മറ്റുള്ളവരെന്ത് പറയുന്നു അത് സമ്മതിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവരാണ് എന്ത് അഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ന്യൂറോട്ടിസം എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഇമോഷണലാണ്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആരും ഇമോഷൻസ് ഇല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ഇമോഷൻസ് ഉണ്ടാവുക, കുറച്ച് ലെവലിൽ ഇമോഷൻസ് ഉണ്ടാക്കുക, അല്ലാതെ ഓവർ ലെവലിലൊന്നും ഇമോഷൻസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഓവർ ലെവലിലൊക്കെ ഇമോഷൻസ് ഉണ്ടാവാന്നുണ്ടെങ്കിൽ അത് വേറൊരു നമുക്കൊരു ഇപ്പോൾ ഒരു ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു വർക്കറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഹൈ ലെവൽ ഇമോഷൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളൊന്നും ജോലിക്ക് എടുക്കരുത്. ഒരു ലോ ലെവലിലുള്ള ഇമോഷൻസൊക്കെ കീപ്പ് ചെയ്യുന്ന ആളെടുത്താൽ മതി. അപ്പോൾ ഇതാണ് പേഴ്സണാലിറ്റിൻ്റെ ബിഗ് 5 മോഡൽസ്, അതായത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകളായിട്ട് വരുന്നത്. ഇതിൽ തന്നെ 4 കാര്യം പറയുന്നുണ്ട്. MBTI, അതായത് മയേഴ്സ് ബിഗേഴ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. അപ്പോൾ അത് 4 പറയണത്. ഫസ്റ്റ് വൺ എക്സ്ട്രോവേർഷൻ വിയസ് ഇൻട്രോവേർഷൻ. അതായത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണ കാര്യമായിട്ട് ഈ പറയണത്. അതായത് ഒരാളെന്തെങ്കിൽ എക്സ്ട്രോവേർഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞു. അതായത് എക്സ്ട്രോവേർഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവരുമായിട്ട് അയാൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുകളും താല്പര്യം ഉള്ള ആളുകളെ ആയിരിക്കും, അവരാണ് എക്സ്ട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ അധികം താല്പര്യമോ അവർക്കൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവും.
ആ ഒരു ഏരിയയിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് സെൻസിങ് വിയസ് ഇൻറ്റ്യൂഷൻ. ചില വ്യക്തികൾ സെൻസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ പേഴ്സണാലിറ്റി, അതായത് അവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഈ 5 സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളില്ല, അതായത് കണ്ണ്, ഇയർ, നോസ്, ടങ്, സ്കിന്ന്, ഇതിലൂടെ ഒന്നെങ്കിൽ ഇത് നമ്മൾ സെൻസ് ചെയ്തുകൊണ്ട് കണ്ണോട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ചെവിയാണെങ്കിൽ കേട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ 5 സെൻസസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുക. നെക്സ്റ്റ് അതിൽ വിയസ് ഇൻറ്റ്യൂഷൻ. ചില വ്യക്തികൾ ഇൻറ്റ്യൂഷൻ ചെയ്തുകൊണ്ട്, അതായത് അതിനെ ഊഹിച്ചുകൊണ്ടായിരിക്കും അവർ തീരുമാനം എടുക്കുക. തേർഡ് വൺ തിങ്കിങ് വിയസ് ഫീലിംഗ്. ചില വ്യക്തികൾ ഒരു കാര്യം ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തിങ്ക് ചെയ്ത് അതിന് നല്ല രീതിയിലോട്ട് ആലോചിച്ചിട്ട് ഒരു നല്ല ബെസ്റ്റ് ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക. ചിലർ ഫീലിങ്സ്, അതായത് ഫീലിങ്സ് വെച്ചുകൊണ്ടായിരിക്കും ഡിസിഷൻസ് എടുക്കുക. അതായത് ഒരു വ്യക്തിൻ്റെ മേൽ സങ്കടം, ഇമോഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദയ അങ്ങനെ വെച്ചിട്ടായിരിക്കും അവർ ഡിസിഷൻസ് ഒക്കെ എടുക്കുക, ഫീലിംഗ് വെച്ചിട്ടായിരിക്കും. ഫോർത്ത് വൺ ജഡ്ജിങ് വിയസ് പെർസീവിങ്. ജഡ്ജിങ് എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾ അവരിപ്പോൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇവാലുവേഷനും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയേണ്ടി വരും, ജഡ്ജിങ് കിട്ടണം. ചില പേര് പെർസീവിങ് ആണ്, ഇവർക്ക് എന്താണ് ഫിനിഷിങ് ആയതിൻ്റെ ജഡ്ജിങ് ഒന്നും കിട്ടേണ്ട, ഇവർക്ക് എന്താണ് ആ പ്രോസസ്സ് ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് MBTIൻ്റെ മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ പറയണത്. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഹെറിഡിറ്റി ആണ്, അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജന്മനാ കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ്, പേഴ്സണാലിറ്റിയിൽ ജന്മനാ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഫിസിക്കലാണ്, അതായത് ആ ഒരു കുട്ടിക്ക് ഹെറിഡിറ്റി ആയിക്കാണ്ട് ജന്മനാ കിട്ടുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരുടെയൊക്കെ ആയിട്ട് ഹെറിഡിറ്റി ആയി കിട്ടുന്ന ഓരോ ഫീച്ചേഴ്സുകൾ, ചിലപ്പോൾ നിറാവ, സ്കിന്ന്, അതുപോലെ തന്നെ നീളം, അങ്ങനത്തെ വെയിറ്റ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഫിസിക്കലിൽ പറയണത്. ബ്രെയിനിൻ്റെ കേസിൽ പറയണത്, അതായത് ലൈക്ക് ഹെറിഡിറ്റി ആയിക്കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിയുള്ള ടീംസ് ആ രീതിക്ക് വരുന്നത്. പിന്നെ ഹെറിഡിറ്റി അറിയുമ്പോൾ ഇപ്പോൾ ഈ ലൈക്ക് റിലീജിയന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഹെറിഡിറ്റിൻ്റെ കേസിൽ വരുന്നത്. രണ്ടാമത് കൾച്ചറലായിട്ട് വരുന്നത്. കൾച്ചറൽ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ആ ഒരു വ്യക്തി ഏതൊരു പ്ലേസിലാണോ താമസിക്കുന്നത് ആ ഒരു പ്ലേസിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സറൗണ്ടിങ്സ് ആയിരിക്കും അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതാണ് എൻവിറോൺമെൻറ്റ്. അദ്ദേഹം താമസിക്കുമ്പോൾ ഏത് സറൗണ്ടിങ്ങിലാണോ അവിടുത്തെ, ഇപ്പോൾ ഒരു വ്യക്തി അമേരിക്കയിലേക്കാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കൾച്ചറൊക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ അദ്ദേഹം അവിടെ വളർന്നു വരുമ്പോൾ അവിടുത്തെ കൾച്ചറൽസാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ത്യയിലുള്ളൊരു വ്യക്തി വേറൊരു കൾച്ചറലാണ്. അതാണ് എൻവിറോൺമെൻറ്റ് കേസിൽ. മൂന്നാമത് ഫാമിലി ആൻഡ് സോഷ്യൽ. അത് ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത് അവരുടെ ഫാമിലീൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്, അതായത് ഫാമിലി എന്ത് ചെയ്യുന്നു അത് ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. രണ്ടാമത് ഹോം എൻവിറോൺമെൻറ്റ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ച് പഠിക്കുന്നു. പിന്നെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫാമിലീസിൻ്റെ കയ്യിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്നു. പിന്നെ പാരൻ്റൽ ഇൻഫ്ലുവൻസ്, അതായത് ഒരു കുട്ടീനെ അവരുടെ പാരൻസ് എങ്ങനെയാണ് വളർത്തുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കുട്ടികളുടെയും സ്വഭാവം വളരുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ രീതിക്കുള്ളത്, അതായത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി നല്ല ഫ്രണ്ടായി മാറും. പക്ഷേ ചീത്ത ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മൾ പെടുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും ചീത്ത ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അധിക സമയങ്ങളും കൂളായിക്കൊണ്ട് എല്ലാത്തിനെയും ഭയങ്കര എഗ്രി ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ പെട്ടെന്ന് സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമ്പോൾ മേ ബി അയാളുടെ സ്വഭാവം മാറ്റേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതാണ് പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസിൽ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എബിലിറ്റീസ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് ജന്മനാ ഉള്ള കഴിവുകളോ അല്ലെങ്കിൽ അത് മേക്ക് ചെയ്തെടുത്ത, അതായത് ട്രെയിനിങ്ങിലൂടെ ഒക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് കഴിവുകൾ. അത് 3 രീതിക്കാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റലക്ച്വൽ അബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവുകൾ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെ അതിപ്പോൾ മാത്തമാറ്റിക്കലൊക്കെ പെട്ടെന്ന് തിങ്ക് ചെയ്യാനും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ് ഇൻ്റലക്ച്വൽ
ആബിലിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫിസിക്കൽ ആബിലിറ്റീസ്, അതായത് അയാൾക്ക് അതായത് അയാൾ ഫിസിക്കലി ഭയങ്കര നല്ലൊരു കഴിവുള്ള ആൾ, സ്ട്രെങ്ത് ആയിട്ട് നല്ല സ്റ്റാമിന ആയിട്ട് നല്ലൊരു സെറ്റായിട്ടുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരാളാണ് ഫിസിക്കൽ ആബിലിറ്റീസ് എന്ന് പറയുന്നത്. തേർഡ് വൺ സോഷ്യൽ ആബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താണ് ഈ ഒരു സോഷ്യലി ആയിട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വയ്ക്കുന്നു, പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാൻ വയ്ക്കുന്നു. അതായത് ഒരു ഇൻ്റർപേഴ്സണൽ സ്കിൽസുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊക്കെ അയാൾക്ക് ഓൾറെഡി ഉള്ളൊരു കഴിവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മെയിനായി അല്ലെങ്കിൽ ജന്മനാക്ക് കിട്ടുന്ന കുറച്ച് കഴിവുകളാണ് ആബിലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാല്യൂസ് ആണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിൻ്റെ പെരുമാറ്റങ്ങളും, അതായത് ഒരു വ്യക്തി മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതൊക്കെ എന്തിൻ്റെ ബേസിലാണ്, ഒരു മൂല്യം, ഒരു വിശ്വാസത്തിൻ്റെ ബേസിലായിരിക്കും അദ്ദേഹം മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും അതുപോലെ തന്നെ തീരുമാനം എടുക്കലൊക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതായത് ഓൾറെഡി ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകും. അപ്പോൾ ആ ഒരു വിശ്വാസം പറയും എന്താണ് ശരി, നമുക്കിപ്പോൾ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് ആ ഒരു വിശ്വാസം പറയുന്നത് പ്രകാരം മാത്രമാണ് ആ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതാണ് വാല്യൂസ്. അത് ടൈപ്സ് ഓഫ് വാല്യൂസിൽ ടെർമിനൽ വാല്യൂ ഉണ്ട്. അത് പറയുമ്പോൾ ഡിസിഗേഡ് എൻഡ് സ്റ്റേറ്റ്, നമുക്ക് അവസാന സമയത്ത് വേണ്ടതാണ്, അതായത് ഹാപ്പിനെസ്, സക്സസ്, പീസ്ഫുൾ, അതൊക്കെ. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് ഉണ്ട്, അവിടെ ഹോണസ്റ്റി, ഡിസിപ്ലിൻ, ഇതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഒരു വ്യക്തി ഒരു സിറ്റുവേഷനോടോ അല്ലെങ്കിൽ ഒരു പേഴ്സണിനോടോ അവരോട് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പോണൻസ് എഫക്റ്റീവ്, അതായത് ഇവിടെ ഫീലിങ്സ് ആണ്. അതായത് ഞാനിപ്പോൾ പറയുകയാണ് എക്സാമ്പിൾ, ഐ ലൈക്ക് മൈ ജോബ്, എനിക്ക് ഈ ഒരു ജോലി വളരെ ഇഷ്ടമാണ്, അവിടെ ഒരു ഹാപ്പി, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്തെ ബിഹേവിയറൽ, അവിടെ ആക്ഷൻസ് ആണ്. അതായത് ഐ വർക്ക് ഹാർഡ്, ഞാൻ നല്ല രീതിയിലോട്ട് ഹാർഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടത് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നെക്സ്റ്റ് കോഗ്നിറ്റീവ്, അതായത് ബിലീഫാണ്. അതായത് അദ്ദേഹത്തിന് ഒരു വിശ്വാസമാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു വിശ്വാസത ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ജോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതിലൊരു വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ആറ്റിറ്റ്യൂഡ്സ്, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ജോബ് ആറ്റിറ്റ്യൂഡ്സ് ആണ്. അതായത് ഒരു വ്യക്തിക്ക് ജോബിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതിൽ ഫസ്റ്റ് വൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ഒരു വർക്കിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോബിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും, അദ്ദേഹത്തിന് ആ ഒരു ജോബിനോട് വളരെ സാറ്റിസ്ഫൈ ആയിരിക്കും, അത് ചെയ്യാനുള്ള പ്രാപ്തി കൂടുകയും ഒക്കെ ചെയ്യും. അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത് ജോബ് ഇൻവോൾവ്മെൻറ്റ്, ഇവിടെ ഡിഗ്രി ടു വിഷ് എ പേഴ്സൺ ഐഡൻറ്റിഫൈ സൈക്കോളജിക്കലി വിത്ത് ദെയർ ജോബ്. അതായത് ഒരു വ്യക്തിക്ക് തൻ്റെ ജോബിൽ എത്രത്തോളം ഇൻവോൾവ് ആവണം എന്ന് അറിയിക്കുന്ന ഒരു ഘടകമാണ് ജോബ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ, നീഡ്സുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോബ് ഇൻവോൾവ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ലോയാലിറ്റിയാണ്. ഒരു വ്യക്തി ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് വളരെയധികം ലോയാലിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആ ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെ ആയിരിക്കും താല്പര്യം. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രോത്ത് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതായത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുഴുവനിലെ കുറേ അധികം പോർഷൻസും ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മുഴുവൻ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.